ദിവസത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ അവസാന പെരുന്നാൾ എന്നാണ് നമുക്കറിയാം. ഒലിവുമലയുടെ കിഴക്ക് ഭാഗത്തുള്ളതായ ബത്ഫാഗയിൽ നിന്നും ജെറുസലേമിലേക്കും ഉള്ളതായ യേശു നടത്തിയതായ രാജകീയമായ യാത്രയായിരുന്നു. തന്റെ രണ്ടാനുഭവത്തിന് മുമ്പാകെയുള്ളതായ രാജാവാണെന്ന് ലോകത്തെ മുഴുവൻ വെളിപ്പെടുത്തി കൊടുക്കുവാനുള്ളതായ രാജകീയമായ യാത്ര. കർത്താവ് യാത്ര നടത്തിയതായ അതേ ദിവസം തന്നെ റോമാ ഗവർണറും പിലാത്തോസും ആ രാജ്യത്തിൻ്റെതായ പ്രധാനപ്പെട്ട ആളുകളൊക്കെയും കുതിരപ്പടമേൽ കയറി ഒരു രാജകീയമായ യാത്ര നടത്തുന്നതായിട്ട് പണ്ഡിതന്മാർ പറയുന്നു. ഒരു കുതിരപ്പടമേലാണ് യാത്ര. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ യാത്ര സമൂഹത്തിൽ ഏറ്റവും നിന്ദഹീനമായിരിക്കുന്നതായ ഏറ്റവും ലളിതമായിരിക്കുന്നതായ കഴുതക്കുട്ടിയുടെ പുറത്താണ് യേശുവിൻ്റെ യാത്ര. വിനയാന്യതനായി മഹാരാജാവായിരിക്കുന്നതായ യേശു തമ്പുരാൻ അവിടെ യാത്ര നടത്തുകയാണ്. സുവിശേഷം 13 കാണുന്നു. അവിടെ ഹോസന്ന പാടുകയാണ് അദ്ദേഹം ആർത്തട്ടഹസിച്ചുകൊണ്ട്. ഇസ്രായേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു എന്ന് അത്യുന്നതത്തിൽ സ്ത്രീകളും കുട്ടികളും നടത്തുന്നതായ വലിയ സംഘം കർത്താവ് തമ്പുരാൻ ജെറുസലേമിലേക്കുള്ളതായ യാത്രയിൽ ആ വഴിവീതിയിൽ ഇവിടെ വസ്ത്രങ്ങൾ വിരിക്കുകയും കൊമ്പുകളിൽ നിന്ന് ചില്ലകൾ വെട്ടിയെടുത്ത് പൂക്കളായി അവിടെ വിതറി രാജകീയമായി കർത്താവിനെ അവർ സ്വീകരിച്ചു. ഹോസന്ന പാടി ദൈവത്തിന് സ്തുതി എന്നാണ് ഹോസന്ന മഹോന്നതമായ സ്വർഗീയമായിട്ടുള്ള ആത്മീയ സന്തോഷത്തിൻ്റെതായ അത്യുച്ചത്തിലുള്ളതായ പ്രിയപ്പെട്ടവരെ യേശു തമ്പുരാന്റെ ആ യാത്ര അവസാനിക്കുന്ന ജെറുസലേമിലാണ്. ജെറുസലേമിൽ നടന്നതായ യേശു തമ്പുരാൻ ദേവാലയത്തിൽ കണ്ടപ്പോൾ അവന് സഹിക്കാൻ പറ്റാത്തതായ കാഴ്ചകൾ. ദേവാലയം അവർ കള്ളന്മാരുടെ മുഖയാക്കി തീർത്തു. അവിടെ കാപ്പുകയും അതുപോലെ കച്ചവടം നടത്തുകയും ചെയ്തവരൊക്കെ യേശു തമ്പുരാനെ ചാട്ടവാറെടുത്ത് അടിച്ചൊടിക്കുന്ന ഈ തമ്പുരാനെ കാണാനായിട്ട് സാധിക്കും. നിയാനിതനായി കടന്നു വന്നവൻ അവിടെ തൻ്റെ സഭയെ തന്റെ ദേവാലയം നശിപ്പിക്കാൻ ശ്രമിച്ചവരെ കർത്താവ് ദുഷ്ടശക്തികളെ കർത്താവ് അവിടെ നിന്ന് തെറ്റിയിരിക്കുകയാണ്. അടുത്ത സഹോദരങ്ങളെ അന്നേ ദിവസം സ്തുതിയോടുകൂടി നമുക്ക് സ്ഥാനവാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. നാം വിശുദ്ധിയോടുകൂടി സാധാരണ പ്രലോഭനം നമ്മൾ അകറ്റിക്കളഞ്ഞ് കർത്താവിന്റെ രാജകീയ യാത്ര നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് രാജാവായി ജനിച്ചവരെ ഓശന പാടുന്നതായി ഈ ദിവസത്തിൽ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ചിഹ്നത്തോടെ കടന്നു പോകുമ്പോൾ അമ്മയത്തിന് സമർപ്പിച്ചുകൊണ്ട് ദിവസത്തിന്റെ പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, നിന്റെ അധികാരന്റെ ജീവനെ